ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ സഹിയാണ്. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹർത്താൽ ഡേ കൂടി നമ്മുടെയൊക്കെ വന്നു. ആക്ച്വലി ഹർത്താൽ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹോളിഡേ മൂഡാണല്ലേ. എനിക്ക് അങ്ങനെയാട്ടോ. ഹർത്താൽ എന്ന് പറയുമ്പം ഞാൻ വിചാരിക്കുന്ന ഇന്ന് ഹോളിഡേ, ഇന്ന് കുറേ സമയം ഉറങ്ങാമല്ലോ എന്ന്. ആക്ച്വലി മൺഡേ ടു ഫ്രൈഡേ 5 മണിക്ക് എണീറ്റ് കുക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ പകുതി കാറ്റും. അപ്പോൾ ഹർത്താൽ ദിവസം രാവിലെ എണീക്കണ്ട, നമുക്ക് ക്ലാസ് ഇല്ല, കുക്ക് ചെയ്യണ്ട, ലേറ്റായിട്ട് എഴുന്നേറ്റ് കുക്ക് ചെയ്താൽ മതി. അങ്ങനെ കിടന്നുറങ്ങി എന്നെ വിളിച്ച് എണീപ്പിച്ച് ചേട്ടൻ പറഞ്ഞു, വാ നമുക്ക് അമ്പലത്തിൽ പോവാം. ഉറക്കച്ചൂടോടെ ഞാൻ ചോദിച്ചു, ഇന്ന് ഹർത്താലല്ലേ, അമ്പലം തുറക്കുമോ, വണ്ടിയൊന്നും ഇല്ലല്ലോ. ഏട്ടൻ പറഞ്ഞു, ഇതേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അമ്പലത്തിൽ എന്ത് ഹർത്താൽ, ദൈവങ്ങൾക്ക് എന്ത് ഹർത്താൽ. ശരിയാട്ടോ ഏട്ടൻ പറഞ്ഞേ, അമ്പലവും തുറന്നിട്ടുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോവാണേ. നമ്മുടെ കാക്കനാടുള്ള തൃക്കാക്കര വാമനമൂർത്തി ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്റെ ഫേവറേറ്റ് അമ്പലമാണ്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? പായസം, പ്രസാദം എല്ലാം. അതുകൊണ്ട് ഇതെന്റെ ഫേവറേറ്റ്. യെസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പായസമാണ് ഞാനൊക്കെ ഏറ്റവും ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി അവിടെ പായസം കഴിപ്പിക്കണോ എന്നതിലൊരു പ്രസക്തിയില്ല. ആ ചോദ്യമേ വേസ്റ്റാണ്. കാരണം ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പാൽപ്പായസം കഴിപ്പിക്കാറുണ്ട്. കാരണം ഞാൻ എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ വരുന്നൊരു അമ്പലമാണ്. ഇവിടെ വന്ന് ഞാനിവിടെ നിന്ന് പൂ വാങ്ങിക്കും, അകത്തേരും പ്രാർത്ഥിക്കും, എന്നിട്ടാണ് പ്രസാദം വാങ്ങിക്കുന്നത്. ഈ യാനക്കുട്ടിക്ക് ഈ കയ്യിലുള്ള ഈ പ്രസാദം അത് ഭയങ്കര ഇഷ്ടമാണ്. ആ പഴവും ശർക്കരയും അവിലൊക്കെ കൂടി കുഴച്ചത് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കിട്ടിയാലും അവൾ കഴിക്കും. ആക്ച്വലി യാനമോൾക്ക് വയ്യായിരുന്നു, മോക്കൊരു ചുമയൊക്കെ ഉണ്ട്, പിന്നെ അവൾക്കൊരു സ്കിന്നിൻ്റെ അലർജി ഉണ്ട്. അവൾക്ക് എന്തെങ്കിലും ഫ്രഷ് ക്രീമിൻ്റെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു അലർജി പേഴ്സണാണ് മോൾ. അതുകൊണ്ട് ഇന്നലെ തൊട്ട് അവളുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ റൗണ്ടിലിങ്ങനെ വരും. അത് അലർജി, അത് 2 days ഉണ്ട്. അത് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. അതൊരു 3rd day ആകുമ്പോൾ അതങ്ങ് ഓട്ടോമാറ്റിക്കലി തന്നെ അത് പോകുന്നു. ഞാനൊരു ലോഷനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകുമായിരുന്നു. അങ്ങനെ ഇന്നലെ അവളെ സ്കൂളിൽ നിന്ന് എന്തോ അവളുടെ ഫ്രണ്ടിനെ അതിനെന്തോ അവൾ കഴിച്ചു. അതുകൊണ്ടാണ് റിയാക്ഷൻ. ഇന്നലെ തൊട്ട് ഇപ്പോൾ റിയാക്ഷൻ തുടങ്ങി. ഇന്നത്തേക്ക് നന്നായിട്ട് പിങ്ക് കളറായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വരും. അങ്ങനെയാണ് യാനക്കുട്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പ്രസാദം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കൈയിട്ട് വാരിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ യാനക്കുട്ടി വേണമെങ്കിൽ നമുക്കൊരു തുള്ളി തന്നാലേ. കണ്ടോ യാനക്കുട്ടിയുടെ ചെവിയൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെണ്ണയും പഴവും. ഇത് എന്തൊരു രസമല്ല, ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്. യാനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാനക്കുട്ടിക്ക് മാത്രമല്ല, യാനക്കുട്ടിയുടെ അമ്മ, അതായത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്കണ്ണൻ്റെ പ്രസാദമല്ലേ. അപ്പോൾ ഞങ്ങളിതാ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ ഇരുന്ന്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരിക്കണമെന്നാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അതിനുശേഷം പ്രസാദം കഴിക്കാട്ടോ. പ്രസാദം കഴിക്കാട്ടോ. അതിന് ഞാൻ പറഞ്ഞു, യാനക്കുട്ടി അമ്മ തരാം, അമ്മ പഴം പൊളിച്ച് വെണ്ണയിൽ മുക്കിത്തരാം. പറ്റില്ല, അവൾക്ക് അതിൻ്റെ ഇടയിൽ അവൾ വെണ്ണ ഇങ്ങനെ തോണ്ടി എടുക്കുകയാണ്. വെണ്ണ ഇങ്ങനെ തോണ്ടി വയലേക്ക് നക്കി എടുക്കുകയാണ്. പ്രസാദം നമ്മുടെ വെണ്ണയിൽ മുക്കിയ പഴത്തോ, നല്ല ടേസ്റ്റാണേ. ശരിയാടി പ്രസാദം. പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പൂഴി മണലുണ്ടായിരുന്നു. അപ്പോൾ യാനമോൾ പറഞ്ഞു അതിൽ എഴുതണം. അവൾക്ക് മലയാളം അറിയില്ല, പക്ഷെ അവൾക്ക് എഴുതണം. അവൾ പറഞ്ഞ കാര്യം ഞാൻ അവിടെ എഴുതി. ആർക്കെങ്കിലും മനസ്സിലായോ യാനക്കുട്ടി എന്താ അവിടെ എഴുതിയതെന്ന്? മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതാ അവിടെ എഴുതി, നന്നായിട്ട് തൊഴുതു, പായസമൊക്കെ വാങ്ങിച്ച്, പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞതേ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാം കേട്ടോ.
നമ്മൾ ഹാപ്പി ആണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവില്ല. അതായത് നമ്മൾ ആരോഗ്യവതികളാണെങ്കിൽ തന്നെ നമുക്ക് സന്തോഷവും സമാധാനമാണ്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പണത്തിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? സന്തോഷവും സമാധാനവും ആരോഗ്യം. ഞാനങ്ങനെ കേട്ടോ. എനിക്ക് ഈ സന്തോഷവും സമാധാനവും ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ലൈഫ് സക്സസ് ആണെന്ന് പറയും. നിങ്ങളെങ്ങനെയാണ്? പുറത്തിറങ്ങിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ ഒരു ലോട്ടറി എടുക്കാം. അമ്പലനടയിലല്ലേ പാവഞ്ചട്ടി കുറേ സമയം നിൽക്കും, നമുക്ക് ലോട്ടറി എടുക്കാം. എന്നാൽ ശരി, ലോട്ടറി എടുത്തേക്കാന്ന് വിചാരിച്ചു. ഫുൾ കോമഡിയാണ്. ചേട്ടാ ജീപ്പേ ഇല്ലേ? ഉണ്ട്. ടിക്കറ്റ് എടുത്തു. ജീപ്പ് വേണമെങ്കിൽ ജീപ്പും കാണിച്ചു തരാം. എല്ലാം തിരിച്ച് നോക്കി കാണിച്ചു തരാം. ഇത് ഇടയ്ക്കൊക്കെ പോയിരിക്കുന്നത് 64. അതാണ് സ്വന്തം കൈക്ക് തിരിഞ്ഞു നോക്കി എടുത്തത്. ഇടയ്ക്കൊക്കെ മാത്രമുള്ള കാര്യം. ടിക്കറ്റിന് ഒരു കോടി ഉണ്ടാവുള്ളൂ, അത് കിട്ടിയിരിക്കും. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഇതായി ലോട്ടറിയൊക്കെ എടുത്ത് തിരിച്ച് കാറിലേക്ക് പോവാട്ടോ. കാറിലേക്ക് കയറി ഇനി വീട്ടിൽ പോകണം. അപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു റോസ് മാംഗോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഏട്ടൻ പറഞ്ഞാൽ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല, നമുക്കൊന്ന് അവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യാം. ആക്ച്വലി അവിടെ ഈ ലഞ്ചിന് മാത്രം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ലഞ്ചും ഡിന്നറും കഴിച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഇപ്പം റോസ് മാംഗോയിലേക്ക് പോകാട്ടോ. റോസ് മാംഗോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്ന് തുറക്കോ ഹർത്താലായിട്ട്? ചിലപ്പം ചിലതൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. ഹൈവേയിലൊക്കെ എനിക്ക് തോന്നുന്നു തുറക്കുന്നു. നോക്കാം. ഇതാട്ടോ ഞങ്ങൾ പറഞ്ഞ റോസ് മാംഗോ. നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ടിലോട്ടുള്ളതാണ്. ഹൈവേയിലായതുകൊണ്ടായിട്ട് പറഞ്ഞ ഹൈവേയിലായതുകൊണ്ടാണെന്ന് തോന്നി തുറന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ കയറുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല സ്പേഷ്യസ് ആണ് ഇവിടുത്തെ ലഞ്ച്. ഞങ്ങൾ അധികം ലഞ്ച് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മീൽസാണ് കഴിക്കാറ്. നോൺ വെജ് മീൽസ് അടിപൊളിയാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെയുണ്ട്. നല്ല ടേസ്റ്റുള്ള ലഞ്ചുമാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാണ്. നല്ല സ്പേഷ്യസ് ആണ് അവിടെ. എനിക്ക് തോന്നുന്നൊരു മൂന്ന് ഫാമിലി, നമ്മളെയും കൂടി 3 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതാണ് മെനു കാർഡ്. മെനുവിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും 3 ആളും പുട്ട് പറഞ്ഞു, പിന്നെ ഒരു ചിക്കൻ സ്റ്റൂവും പറഞ്ഞു, ഒരു എഗ് റോസ്റ്റും പറഞ്ഞു, പിന്നെ 2 കോഫി. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് പുട്ട് ബാക്കിയാവും, പുട്ട് വേസ്റ്റ് ആവും, അല്ലെങ്കിൽ പാർസൽ ചെയ്യേണ്ടതിനൊക്കെ വിചാരിച്ചു. പക്ഷെ കറിയുടെ ടേസ്റ്റും പുട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് 3 ആളും കൂടി കഴിച്ചാൽ പുട്ടൊക്കെ അങ്ങ് തീർത്ത് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പുട്ടും മുട്ടക്കറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുട്ടും മുട്ടക്കറിയും കോമ്പിനേഷൻ കഴിക്കുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ഞാനെക്കൊണ്ട് അവളുടെ പ്ലേറ്റിലുള്ള ഓരോ സാധനങ്ങൾ, ഈ കറിവേപ്പില, ഉള്ളി എന്നൊക്കെ എൻ്റെ പ്ലേറ്റിൽ. മുട്ട വേണ്ടാതെ മുട്ട എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ച മുട്ടയുടെ വൈറ്റ് പാർട്സ് മാത്രം ഒന്ന് കഴിപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ നേരെ ഇനി ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ചോദിച്ചു, ഞാനെക്കുട്ടി എന്താണ് ഹർത്താൽ എന്ന് പറഞ്ഞാൽ അറിയോ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അറിയോ? അപ്പോൾ അവൾ എടുത്ത വഴി ചോദിച്ചു, കൊറോണ ആണോ പപ്പ? അവൾ ഉദ്ദേശിച്ചത് നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് നല്ല വീട്ടിൽ അടച്ചിരുന്നില്ലേ, അതേ കടകളൊന്നും തുറക്കാതെ, അതിനെയാണ് കമ്പയർ ചെയ്തിട്ട് ഞാനെക്കുട്ടി സ്ട്രൈക്കിനെ കമ്പയർ ചെയ്ത് കൊറോണ വെച്ചാട്ടോ. ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് ഹാപ്പി. കാരണം കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലായാലും എന്താണ് സ്ട്രൈക്ക്, എന്താണ് ഹർത്താൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറി ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പോയതാണ്. ഗീ റൈസും ചിക്കൻ കറിയും സാലഡ്, വെണ്ടക്കുപ്പേരി, പപ്പടം, അച്ചാർ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മൂവി കാണുക. നമ്മുടെ സ്വന്തം ആൽഫി ചേച്ചി അഭിനയിച്ച, ആൽഫി എൻ്റെ ഫ്രണ്ടാട്ടോ ആൽഫി, അങ്ങനെ ആൽഫി അഭിനയിച്ച പുതിയ ഫിലിം ബേബി ഗേൾ നമ്മൾ OTT വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ബേബി ഗേൾ ഫിലിം കാണുകയാണ്. അങ്ങനെ ഫിലിം കണ്ടു. അതിനുശേഷം ഇത് ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. നല്ല മൂവിയാട്ടോ, നമുക്ക് കാണാം, നല്ല മൂവിയാണ്. ആൽഫി നന്നായിട്ട് അതിൽ അഭിനയിച്ചു.
അപ്പോൾ ഇതാ ഏട്ടൻ ഫുഡ് കഴിക്കുകയാണേ. ഏട്ടൻ പറഞ്ഞു നല്ല ഫുഡ്, നല്ല ഗീ റൈസാണ്, നല്ല ചിക്കനാണ് എന്നൊക്കെ പറഞ്ഞു, അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മൂന്നാളൊന്ന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് ഉറങ്ങാൻ പോയി. പിന്നെ ഇവരെ വർത്താനൊക്കെ കഴിഞ്ഞു കുറച്ച് സമയം ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിച്ച് പഴയൊരു മൂവിയും കണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.